എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്കെച്ച് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്ലാനിങ്, അല്ലെങ്കിൽ നമുക്ക് ഒരാശയം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമുക്ക് മുഴുവനായിട്ടും ആ ഉദ്ദേശത്തോടു കൂടി എങ്ങനെ പ്ലാൻ ചെയ്യാൻ കഴിയും, അതെങ്ങനെയൊക്കെ വേണം വരയ്ക്കാൻ എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ആശയം നമ്മുടെ മനസ്സിലുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ആശയത്തിന് മാത്രമാണ് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം ഇവിടെ ഞാനൊരു പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരു മധ്യവയസ്കരായിട്ടുള്ളൊരു മനുഷ്യൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതിൽ കൈ കാല് അതുമാതിരി തന്നെ ആളുടെ ശരീരം കുറച്ച് പ്രായം കൈ കുത്തിയിട്ടൊക്കെ ഇരിക്കുക സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ആളെങ്ങനെയാണ് അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുക എന്നുള്ള ഒരു പ്ലാനിങ് ആണ് നമ്മൾ ആദ്യം സ്കെച്ച് ചെയ്യേണ്ടത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തല വരച്ച് നല്ല ഫിനിഷിങ്ങിലൊക്കെ വരച്ചിങ്ങനെ താഴോട്ടേക്കിങ്ങനെ വരച്ച് വരുമ്പോൾ നമുക്കൊരു പക്ഷേ അതിൻ്റെ സ്ട്രക്ചറിന്, അതായത് ആ ഇരിക്കുന്ന പോസിൽ നിന്നും വ്യതിചരിച്ചു അല്ലെങ്കിൽ തെറ്റ് പറ്റി എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരച്ച് സമയം കൊടുത്ത് ആ തല വരച്ചു അല്ലെങ്കിൽ ബോഡി വരച്ച് വരുമ്പോൾ നമുക്കത് മാച്ച് കളയാൻ പിന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം. അത് നമുക്ക് കാണാവുന്ന അത്ര ഡാർക്കേ പാടുള്ളൂ, കാരണം ഇത് ചാർക്കോളിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ അത് നിരന്തരമായിട്ട് നമ്മൾ അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ വരയ്ക്കാനുള്ള ഒരു കഴിവ് നേടിയെടുക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചിത്രം വരയ്ക്കണം എന്ന് പറയുന്നത്. അപ്പോൾ വയസ്സായിട്ടുള്ള ആ ഒരാളുടെ പൊസിഷൻ എങ്ങനെ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പം നേരത്തെ വരച്ച ആ ഒരു ബേസിക് സ്കെച്ചിനെ ഒന്നുകൂടി പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ ഒന്നുകൂടി ഡെവലപ്പായിട്ടുള്ള രീതിയിലാണ് രണ്ടാമത്തെ ഈ സ്കെച്ച് വരുന്നത്. ഇങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ ആസ്പദമാക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആശയങ്ങൾ നമുക്ക് വരച്ച് ശരിയാക്കി കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ വെറുതെ ചിത്രം വരച്ചത് മാത്രം കണ്ടിട്ട് കാര്യമില്ല, വരയ്ക്കുന്നത് എങ്ങനെയെന്നും കൂടി കാണുമ്പോൾ മാത്രമാണ് നമുക്കത് പോലെ തന്നെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള ഒരു ചിന്താഗതി വരുള്ളൂ. അത് നമ്മളിപ്പോൾ ഒരു സീനറി വരയ്ക്കുകയാണെങ്കിലും പിന്നെ മറ്റെന്ത് വിഷയങ്ങൾ തന്നെ ആയിക്കോട്ടെ, അത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്, ബേസിക് സ്ട്രക്ചർ, അതിൻ്റെ ബേസിക് പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. ഈ പ്ലാനിങ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സുഗമമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ഒന്നുകൂടി ടെൻഷൻ കുറയ്ക്കാൻ, അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടിക്കഴിയും. അതിൻ്റെ പുറത്ത് നമുക്കിതുപോലെ വരയ്ക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ചിത്രം പൂർത്തീകരിച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇതിപ്പോൾ ചെറിയൊരു ഫിഗർ ആയതുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇതിനെ കൂടുതൽ സൗകര്യവൽക്കരിക്കുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അത് നമുക്കൊരു വലിയൊരു പേപ്പറിലായിരിക്കും പിന്നത്തെ വരയ്ക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഷെയ്ഡൊക്കെ കൊടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നല്ല മനോഹരമായിട്ട് ചെയ്യാം. പെൻസിൽ സ്കെച്ചിൻ്റെ ഒരു ഷേഡോസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ വരച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതൊരു ചിത്രം പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് ഇതിൻ്റെ ഷെയ്ഡ് വേണ്ടത്, എവിടെയൊക്കെയാണ് ലൈറ്റ് വേണ്ടത് എന്നുള്ള ആ ഒരു ധാരണ നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് പെൻസിൽ സ്കെച്ചിന് വളരെ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ പെയിൻറ്റിങ്ങിലേക്കൊക്കെ കടന്ന് കുറച്ച് സ്കെച്ച് ചെയ്യാനൊക്കെ പഠിച്ച് നമ്മൾ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷേഡോ ചെയ്തിട്ട് പെൻസിൽ കൊണ്ട് വരച്ച് അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി, അതിൻ്റെ ഘടന മനസ്സിലാക്കിയിട്ട് വരച്ച് നമ്മളതിൻ്റെ ഷെയ്ഡ് എങ്ങനെയൊക്കെ വേണം, എവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്, എവിടെ നിന്നാണ് ഷെയ്ഡ്, ഏത് ഭാഗത്തൊക്കെ ആയിരിക്കും ഷെയ്ഡ്, അത് നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്കൊരു വാട്ടർ കളർ ഫിഗർ വരയ്ക്കാനും, അല്ലെങ്കിൽ ഒരു ഓയിൽ പെയിൻറ്റിങ്, അക്കറിക്ക് എന്ത് മീഡിയ തന്നെ ആയിക്കോട്ടെ, നമുക്കതിൽ വരയ്ക്കാനുള്ള ആ ഒരു അറിവ്, എവിടെയൊക്കെ ഷെയ്ഡ് വേണമെന്നുള്ള ആ അറിവ് വെച്ച് നമുക്ക് പെയിൻറ്റിങ് പൂർത്തിയാക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.